അവർക്ക് സ്വാഗതം. അലീന അങ്ങനെ ശരണ്യനോട് പറയുന്നുണ്ടായിരുന്നല്ലോ, നന്നായിട്ട് പഠിക്കണം, നീ ഇങ്ങനെ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തോറ്റുപോയ പോലെയാണ്, അതുകൊണ്ട് നീ ജയിക്കണം, നീ ജയിച്ചാൽ ഞാൻ ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ശരണ്യയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സെല്ലാം എടുത്തു കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴും ശരണ്യയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. അലീന അത് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതിട്ട് ഗമയിൽ നടക്കാനല്ല, ഇത് കാണുമ്പോഴെല്ലാം എന്നെ ഓർമ്മ വരണം, ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഓർമ്മ വരണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് പറയുമ്പോഴും ശരണ്യയുടെ മുഖത്ത് സന്തോഷമില്ലാത്തതുകൊണ്ട് തന്നെ എന്താടി ഒരു സന്തോഷം ഇല്ലാത്തതെന്ന് ചോദിക്കും. അപ്പോൾ അലീനോട് ശരണ്യ പറയുന്നുണ്ടായിരുന്നു, ഇതെല്ലാം തന്നിട്ട് ചേച്ചി ഇവിടുന്ന് പോവല്ലേ എന്ന് പറയും. അപ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. ശരണ്യാണെങ്കിലും അലീനേനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കുറച്ച് സമയമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മയും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അവരുടെ ആ സ്നേഹപ്രകടനം എല്ലാം കണ്ടുകൊണ്ട് അമ്മ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വിളിക്കും, സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ ശരണ്യനോട് പറയുകയാണ്. അത് കഴിഞ്ഞ് അമ്മയ്ക്കും അച്ഛനും ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതോ അമ്മയുടെ കയ്യിൽ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാ മോളെ നീ കഷ്ടപ്പെട്ടുണ്ടാക്കി ജോലിയെടുത്ത് പൈസ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇതാണ് എൻ്റെ സന്തോഷം, എനിക്ക് ഇങ്ങനെ എൻ്റെ പണം ഇങ്ങനെ ചിലവാക്കുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത് എന്ന് പറയും. അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് ശരണ്യയുടെ അമ്മ പറയുമ്പോൾ, ഒരു മകള് തരുന്നതായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുകയാണ്. പിന്നീട് അലീന പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ശരണ്യനോടും പറയുന്നുണ്ട്, നീയും കൂടെ റോഡ് വരെ വാ, അപ്പം നമുക്ക് സംസാരിച്ചുകൊണ്ട് പോവാലോ, അതുവരെ നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പോകാനായിട്ട് ഇറങ്ങും കേട്ടോ. ശരണ്യയുടെ അമ്മയാണെങ്കിലും എന്തോ ആലോചിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുകയോ ചെയ്യുന്നുണ്ട്. പിന്നീട് ബബിതേനെ കാണിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ബബിതേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബബിത വന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാ അച്ഛൻ വിളിച്ചതെന്ന്. അപ്പോൾ അത് പറയാം, നീ ആദ്യം ഒരു ലെമൺ ടീ എടുക്കുക എന്ന് പറയും. കൃഷ്ണമോള് വരാനായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇപ്പോൾ എത്തും, അവൾക്ക് ഇന്ന് ലാസ്റ്റ് എക്സാം ആണ്, ഞങ്ങൾക്ക് തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ പറഞ്ഞിട്ട് ബബിത ലെമൺ ടീ എടുക്കാൻ പോവേ. അപ്പോഴേക്കും കൃഷ്ണമോളും സ്കൂൾ വിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. വന്ന് കയറിയ ഉടനെ തന്നെ അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബബിതയാണെങ്കിലും ലെമൺ ടീ ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലീന ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അലീനേനെ വിളിക്കുന്നത്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഇപ്പം വിളി കേൾക്കുന്നു, അതെന്താ അലീന ചേച്ചി ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അവൾ രാവിലെ ശരണ്യയുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് എന്ന്. ആരാ കൂടെ പോയിട്ടുള്ളത്, രോഹിയേട്ടൻ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒറ്റയ്ക്കാണ് പോയത്, അവൾക്ക് കൊല്ലപ്പള്ളിയിലും കൂടെ പോകണമെന്ന് പറയും കേട്ടോ. എന്തിനാ ഒറ്റയ്ക്ക് വിട്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള്. അപ്പോൾ രോഹിനെ മുമ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ, അവൾക്ക് ആരെ എപ്പോൾ കൊണ്ടുപോകണം എന്നൊക്കെ നന്നായിട്ട് അറിയാമെന്നും പറയുകയാണ് കേട്ടോ. അപ്പോൾ വരാറായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള്. അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ അവളെ വിളിച്ച് ചോദിക്കണം എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് രോഹിനെ വിളിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾക്ക് മുകളിലേക്ക് പോകാൻ മടി ആയതുകൊണ്ട് അവിടെ താഴെ സ്റ്റെയർ കേസിൻ്റെ അവിടെ നിന്നിട്ട് തന്നെ വിളിക്കുകയാണ്. അപ്പോൾ എന്താടി ഇത്, അടുത്തുള്ളവരെല്ലാം ഓടി വരുമല്ലോ, ഭയങ്കര ശബ്ദത്തിലാട്ടോ വിളിക്കുന്നത്. അപ്പോഴേക്കും രോഹി വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താന്ന്. അപ്പം അച്ഛൻ വിളിക്കുന്നുണ്ട്, താഴേക്ക് ഇറങ്ങി വരാൻ പറയും. അപ്പോൾ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് രോഹി പിന്നെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നേ. അപ്പോഴേക്കും ലെമൺ ടീ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബബിത കൃഷ്ണമോൾക്ക്. അപ്പോൾ രോഹി ആണെങ്കിൽ വന്ന ഉടനെ അത് പിടിച്ച് വാങ്ങിച്ച് അങ്ങ് കുടിക്കുകയാണ്. അപ്പോൾ എന്താടാ ഇത്, അത് അവൾ കുടിക്കില്ലായിരുന്നോ എന്ന് പറയും. എന്നാൽ പിന്നെ നീ തന്നെ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് രോഹി അവളുടെ കയ്യിലേക്ക് തന്നെ, കൃഷ്ണമോളുടെ കയ്യിലേക്ക് തന്നെ അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിൽ പിന്നീട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നിങ്ങളോടൊരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുന്നുണ്ട്. വിഷമമുണ്ടാക്കുന്ന കാര്യമാണെന്നും കൂടെ പറയൂ കേട്ടോ. എന്നിട്ടാണ് പറയുന്നത്, അലീന നാളെ ഇവിടുന്ന് പോകുന്നു. അപ്പോൾ കൃഷ്ണമോൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ സങ്കടമാവുന്നുണ്ട്. ഇത്ര പെട്ടെന്നോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ കൃഷ്ണമോള്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, പെട്ടെന്നല്ലല്ലോ, അത് നമുക്ക് തോന്നുന്നതല്ലേ, അവൾ എത്രയോ ആയില്ലേ ഇങ്ങനെ പോകണമെന്ന് പറയുന്നത്, അവൾ പോകാനായിട്ട് തീർച്ചപ്പെടുത്തിയതാണ്, എന്നാൽ പിന്നെ ഇനിയിപ്പോൾ അത് വൈകിക്കണ്ടെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ബബിതയും ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചീനെ പെട്ടെന്ന് പറഞ്ഞ് വിടാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് കേട്ടോ. ബബിതയാണോ കൃഷ്ണമോളാണോ എന്ന് ഓർക്കുന്നില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, നമ്മളല്ലല്ലോ അവളോട് പോകണം എന്ന് പറഞ്ഞത്, അവളായിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞതല്ലേ, അവൾ തീർച്ചപ്പെടുത്തിയതല്ലേ ഇവിടുന്ന് പോകാന്നുള്ളത്. അപ്പോൾ അവൾ പോകുന്നത് എന്തിനാന്നുള്ള വ്യക്തമായിട്ടുള്ള കാരണം നിനക്ക് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്നിങ്ങനെ കൃഷ്ണമോളോട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ പിന്നീട് രോഹി ചോദിക്കുന്നുണ്ട്, അച്ഛൻ കണ്ടുപിടിച്ച ആ സ്ഥലം തന്നെയാണോ, കുളത്തൂപ്പുഴയ്ക്കാണോ പോകുന്നതെന്ന് ചോദിക്കും. അപ്പം അതെ, അവിടേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. നല്ല ആൾക്കാരാണ്, ഇതിനേക്കാളും വലിയ വീടാണ്, ഒരുപാട് മുറികളൊക്കെ ഉണ്ട്, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്, അതുപോലെ തന്നെ അവിടെ കുറച്ച് പട്ടികളൊക്കെ ഉണ്ട് എന്ന് പറയാണ് കേട്ടോ. അവൾക്ക് എന്തായാലും ആ സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെടും എന്നൊക്കെ പറയുകയാണ്. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്, നല്ല ആൾക്കാരാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ബബിത ചോദിക്കുന്നുണ്ട്, അതെന്താ നമ്മൾ നല്ല ആൾക്കാരല്ലായിരുന്നോ എന്ന്.
അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ നല്ല ആൾക്കാരല്ലായിരുന്നു, നമ്മളെല്ലാവരെയും ഇങ്ങനെ മാറ്റിയെടുത്തതിൽ നല്ലൊരു പങ്ക് അലീനയ്ക്കും ഉണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കാണ് നഷ്ടം, അവൾ ഇവിടുന്ന് പോകുന്നതുകൊണ്ട് ആ നഷ്ടം നമുക്ക് ഇപ്പം മനസ്സിലാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രനും ഭയങ്കര സങ്കടമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ആരും ഇങ്ങനെ സങ്കടപ്പെടുകയൊന്നും ചെയ്യരുത്, അതിനെ കൂടെ വിഷമിപ്പിക്കരുത്, അവൾ നന്നായിട്ട് പോകട്ടെ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ബാലേന്ദ്രൻ. എന്തായാലും അവൾ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്ന സമയത്ത് ഇനിയിപ്പോൾ നമ്മളും കൂടെ വിഷമിച്ച് അതിനെ സങ്കടപ്പെടുത്തരുത്, അവൾ നന്നായിട്ട് പോട്ടെ, സമാധാനമായിട്ട് പോട്ടെ എന്നൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രനും വിഷമൊക്കെ ഉണ്ട് അലീന പോകുന്നതിൽ, എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് കേട്ടോ. എന്തായാലും അത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട് കുട്ടികളോട്. പിന്നീട് കാണിക്കുന്നത് മനുവിനെയാണ്. മനു ഓഫീസിലുള്ള ആരോടോ സംസാരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അയാളുടെ കയ്യിൽ നിന്ന് എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പം മനു അത് നേരത്തെ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോൾ മനുവിനോടൊരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ പറ്റത്തില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ മനു. അപ്പോഴാണ് അലീന ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് കാണുന്നത്. അപ്പോൾ ഒറ്റയ്ക്കാണല്ലോ വന്നിട്ടുള്ളത്. അപ്പം മനു ആണെങ്കിൽ അലീന ഇങ്ങനെ നടന്ന് വന്ന് അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ മനുവായിട്ട് ഇങ്ങനെ നോക്കുന്നതെന്ന്, എന്താ ഈ ഒറ്റയ്ക്ക് വന്നതിൻ്റെ ഉദ്ദേശം, ഇവിടെ നമ്പർ 1 ശത്രുക്കളുണ്ടല്ലോ, ഒന്ന് വൈജമേടും അതുപോലെ തന്നെ എൻ്റെ അമ്മയും ഭയങ്കര ശത്രുക്കളാണല്ലോ, അപ്പോൾ എങ്ങനെ അവരുടെ മുന്നിലേക്ക് ഒറ്റയ്ക്ക് വരാൻ ധൈര്യം കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പോയേ മനുവേട്ടാന്ന് പറയും. അപ്പോൾ എന്താ ഈ ഒറ്റയ്ക്ക് വന്നതിൻ്റെ ആഗമന ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനു. അപ്പോൾ ഒരു യാത്ര പറയാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. ശരണ്യനെ കണ്ട് യാത്ര പറഞ്ഞിട്ട് വരികയാണെന്ന് പറയും കേട്ടോ. ഓ, അവസാനമായിട്ടുള്ള യാത്ര പറച്ചിലിന് വന്നതാണല്ലേ, ആരോടൊക്കെ യാത്ര പറയുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയും, എനിക്ക് ഇങ്ങനെ മാഡത്തിനോടും മുത്തശ്ശീനോടും യാത്ര പറയണം എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നോടോ എന്നിങ്ങനെ മനു എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്കും ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു വരവ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയും. പിന്നെ മനുവേട്ടൻ എങ്ങനെയാണ് പ്രതീക്ഷിച്ചതെന്ന് ഇങ്ങനെ അലീന ചോദിക്കുകയാണ് കേട്ടോ. മനു അത് പറയുന്ന സമയത്ത് ഇനിയിപ്പോൾ അതൊക്കെ എന്തിനാ പറഞ്ഞ് സമയം കളയുന്നത്, അപ്പോൾ ആ വരവ് ഇങ്ങനെ വരാൻ പറ്റുമെന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ മനു പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് യാത്ര പറയാൻ വേണ്ടി വന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ മനു പറയുന്നുണ്ട്, നീ വന്ന ജോലി പെട്ടെന്ന് തീർത്തിട്ട് പോകാൻ നോക്കി എന്ന് പറയും കേട്ടോ. യാത്ര പറയാൻ വന്നതുകൊണ്ട് തന്നെ മനുവിന് ഭയങ്കര വിഷമമാണ് കേട്ടോ. അലീനയ്ക്ക് പോവാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അലീന പറയുന്നുണ്ട്. വേറെ വഴിയില്ലല്ലോ മനുവേട്ട, എന്തായാലും അച്ഛൻ എനിക്ക് വേണ്ടി നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്, അച്ഛൻ കണ്ടുപിടിച്ച സ്ഥലം നല്ല തന്നെയായിരിക്കും, അച്ഛൻ എന്നെ ഒരു മോശപ്പെട്ട സ്ഥലത്ത് കൊണ്ടാക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കുളത്തുപുഴയ്ക്ക് തന്നെയാണ് പോകുന്നത്, അതൊക്കെ നേരത്തെ മനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ മനു. അപ്പോൾ അതേന്ന് പറയുന്നുണ്ട്, അങ്ങോട്ട് തന്നെയാണ് പോകുന്നതെന്ന് പറയും. എന്നാൽ പിന്നെ നീ വന്ന ജോലി തീർത്തിട്ട് വേഗം പോകാൻ നോക്കുമെന്ന് പറയും കേട്ടോ. മനുവിനും ഭയങ്കര വിഷമമാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് മനു അങ്ങ് കയറി പോകാൻ നോക്കും. അലീന വരുന്നില്ല കേട്ടോ. തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ വരുന്നില്ലേന്ന്. അപ്പോഴാണ് അലീന മനുവിൻ്റെ കൂടെ വരുന്നത്. എന്നിട്ട് അകത്തേക്ക് കയറും. അപ്പോൾ ആരോടാ ആദ്യം യാത്ര പറയുന്നത്, ഇവിടെ ഇപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ വൈജാൻ്റെയും അച്ഛനും വലിയച്ഛനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെ രഞ്ജും അമ്മയും പുറത്തു പോയിരിക്കുകയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നീ ആദ്യം ആരോടാ യാത്ര പറയുന്നതിന് തീരുമാനിക്കുകയെന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ അമ്മയെ കാണാനാണ് ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്, എന്നെ മമ്മി ഇങ്ങോട്ട് വിടുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആരാണെന്നും അതുപോലെ തന്നെ ഞാൻ കാരണം ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവരുതെന്നും, പക്ഷേ അത് രണ്ടും എനിക്കിങ്ങനെ പാലിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം യാത്ര പറയേണ്ടത് മാഡത്തിനോടാണ് എന്ന് പറയും. അപ്പോൾ മാഡത്തിനോട് ആൻറ്റീനോടാണെങ്കിൽ ആൻറ്റി മുകളിൽ രഞ്ജുവിൻ്റെ റൂമിലാണ് അന്ന് വന്നപ്പോൾ കണ്ടില്ലേ, അവിടെയാണ്, അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയും കേട്ടോ. അങ്ങനെ അവർ മുകളിലേക്ക് ചെന്ന് ഡോറിന് തട്ടി അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കണമെന്നൊക്കെ മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടാന്ന് പറയും. അലീന നിൽക്കണം എന്നില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുതന്നെയാണ് നല്ലത്, ഒരു യാത്ര പറച്ചിലിനല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് ഡോറ് വൈജി തുറക്കുന്ന സമയത്ത് മനുവിനെയാണല്ലോ കാണുന്നത്. അപ്പോൾ എന്താ മനു എന്ന് ചോദിക്കും. അപ്പോൾ അലീനയ്ക്ക് ആൻറ്റീനോട് എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ വൈജു പറയുകയാണ്, എനിക്ക് അവളോടൊന്നും സംസാരിക്കാനില്ല എന്ന്. അലീന പറയും, എനിക്കാണ് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞത് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അലീനയോട് നേരത്തെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ കാര്യങ്ങളൊക്കെ അടി കൂടരുത്, അത്രേ പറയാനുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജിയാണെങ്കിലും ആകെ ഇങ്ങനെ അനിലിനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത മട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയേക്കാന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അലീനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത മട്ടിലാണ് വൈജി അവിടെ നിൽക്കുന്നത്. അപ്പോഴാണ് അത് പറയുകയും ചെയ്യുന്നുണ്ട്, എനിക്ക് സംസാരിക്കാനുണ്ട്, അപ്പോൾ അവളോട് ഇങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് വൈജ പറയുന്നത്. അപ്പോഴാണ് കേട്ടോ മനു അത് പറഞ്ഞിട്ട് പോകുന്നത്, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയേക്കാന്ന് വാതിലടച്ചിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് അലീന വൈജയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അലീന നാളെ കടപ്പാട്ടൂർന്ന് പോവാണ് എന്നൊക്കെ ഇങ്ങനെ വൈജയനോട് പറയുന്ന സമയത്ത്, നീ അവിടെ നിന്ന് പോകുന്നതിന് ഞാൻ എന്ത് വേണം എന്നാണ് കേട്ടോ വൈജ തിരിച്ച് ചോദിക്കുന്നത്.
അലീന അങ്ങനെ വൈജയനോട് പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ മാഡത്തിനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, എനിക്ക് മാഡത്തിനോട് ഒരു ശത്രുതയില്ല, അവസാനമായിട്ട് കണ്ട് യാത്ര പറയാൻ വേണ്ടി വന്നതാണ്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ അലീന പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മാഡം ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ മാഡത്തിന് പെട്ടെന്ന് സുഖമായിട്ട് വരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഓ നീ പ്രാർത്ഥിച്ചതിൻ്റെ ഗുണമാണല്ലോ ഇപ്പോൾ കാണുന്നത്, എനിക്ക് മര്യാദയ്ക്ക് നടക്കാൻ പോലും വയ്യാതെ ഞാനിവിടെ വന്ന് കിടക്കുന്നത്, അതുകൊണ്ട് എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ നിന്നോട് ക്ഷമിക്കത്തില്ല, നീ എവിടെ പോയാലും ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രാഗമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അലീനേനെ. അപ്പം അലീന പറയുന്നുണ്ടായിരുന്നു, മാഡം എന്ത് പറഞ്ഞാലും അത് എനിക്ക് ഏൽക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നോടല്ല മാഡം ദ്രോഹം ചെയ്തത് എന്നങ്ങ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ കേൾക്കുമ്പോൾ വൈജിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്, ഞാൻ എന്ത് ദ്രോഹം നിന്നോട് ചെയ്തത്, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ വന്നതിന് ശേഷമാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത്, അതിന് മുന്നേ അത് നല്ലൊരു ഐശ്വര്യമുള്ള കുടുംബമായിരുന്നു, ഒന്നിനും ഒരു കുറവില്ലായിരുന്നു, അതുപോലെ തന്നെ വൈജ പറയാണ് നീ കാരണമാണ് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അലീന അതെല്ലാം സമ്മതിക്കുന്നുണ്ട്. അലീന പറയുകയാണ്, ഞാൻ എല്ലാം സമ്മതിച്ചല്ലോ, ഞാൻ വന്ന ശേഷം അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, അപ്പോൾ ഞാൻ കാരണം ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ടാണ്, അതെല്ലാം പരിഹരിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്, ഇപ്പോൾ ആ വീട്ടിൽ ഒരു പ്രശ്നവുമില്ല, ഇനി ഞാൻ പോയിട്ടുണ്ടെങ്കിൽ മാഡം അവിടെ തിരിച്ചു ചെന്ന് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നൊന്നും നീ എന്നെ പഠിപ്പിക്കേണ്ട എന്നൊക്കെയാണ് വൈജ ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ അലീന പറയുന്നുണ്ടായിരുന്നു, മക്കൾ പറയുന്നത് കേട്ട് ഇങ്ങനെ ജീവിക്കണം, അതുപോലെ തന്നെ അച്ഛൻ്റെ വാക്കിന് വലിയ വില കൊടുക്കണം എന്നൊക്കെ അലീന പറയുന്നുണ്ടായിരുന്നു കേട്ടോ വൈജയനോട്. അപ്പോൾ ഇതെല്ലാം അലീന പറയുന്ന സമയത്ത് വൈജയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. അപ്പോൾ വൈജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നീ എന്നെ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ വാക്കിന് വില കൊടുക്കണം, അച്ഛനാകെ തകർന്ന് നിൽക്കുകയാണ്, അച്ഛൻ ഇനിയൊന്നും നോക്കാനില്ല, ഞാനും കൂടെ പോയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജ പറയുകയാണ്, 22 വർഷം ഞാൻ ആ മനുഷ്യൻ്റെ കൂടെയാണ് ജീവിച്ചത്, അപ്പോൾ ഇനി ഞാൻ എങ്ങനെ അയാളുടെ കൂടെ ജീവിക്കണമെന്ന് നീ എനിക്ക് പറഞ്ഞു തരണ്ടെന്നൊക്കെ പറയുമ്പോൾ, അത് ശരിയാണ്, 22 വർഷം മാഡം അച്ഛൻ്റെ കൂടെ ജീവിച്ചതാണ്, അപ്പോൾ 22 വർഷം മുന്നേ ഒരു ജീവിതം ജീവിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആഗ്രയിൽ വെച്ച് ആണൊരുത്തൻ്റെ കൂടെ എന്ന് ഞാൻ പറയൂ കേട്ടോ. അപ്പോൾ വൈജിക്കാണെങ്കിലും ഭയങ്കര വൈജിക്ക് പിന്നെ മിണ്ടാനൊന്നുമില്ല കേട്ടോ. ആകെ ഇങ്ങനെ അലീന അത് പറയുന്ന സമയത്ത് ഒരു ഞെട്ടലോടുകൂടി ഇങ്ങനെ അലീനയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നെ ഒന്നും പറയുന്നൊന്നുമില്ല, അലീന പറയുന്നതെല്ലാം അങ്ങോട്ടേക്ക് കേട്ട് ഇങ്ങനെ ആകെ ഇങ്ങനെ ഒരു ഞെട്ടലോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന വൈജയനെയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. അലീന പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി അച്ഛനോട് വഴക്കടിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ, അച്ഛന് ഞാനും കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് പിന്നെ ഒന്നും നോക്കാനില്ല, കുടുംബം തകർന്നു പോവും, അങ്ങനെ മാഡത്തിന് തലയ്ക്കടി കിട്ടും, പിന്നെ എഴുന്നേൽക്കാൻ പോലും പറ്റത്തില്ല, കുടുംബം ഒന്നും തിരിച്ചു കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അതും കൂടെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുകയാണ് കേട്ടോ. അലീനയ്ക്ക് പറ്റാവുന്ന പോലെല്ലാം അലീന പറയുന്നുണ്ട്. ഇത്രയെല്ലാം പറയുന്ന സമയത്തും പിന്നെ വൈജയ്ക്ക് അതുവരെ ഇങ്ങനെ അലീനയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടും അലീനനെ പ്രാഗ്യൊക്കെ കൊണ്ട് ഇങ്ങനെ നിന്നിരുന്ന വൈജ പിന്നെ ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അലീന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വൈജയുടെ മനസ്സിലൂടെ പല കാര്യങ്ങളായിരിക്കാം പോകുന്നത്. ഇനിയിപ്പോൾ ബാലേന്ദ്രൻ ആഗ്രയിൽ നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടോ എന്നെല്ലാം ആയിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അത് അലീന പറയുന്ന സമയത്ത് വൈജയ്ക്ക് മിണ്ടാട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒന്നും മിണ്ടുന്നില്ല, അലീന അങ്ങോട്ടേക്ക് പറയാമെന്നല്ലാതെ. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ എല്ലാം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അലീന എടുത്ത് പറയുന്നുണ്ടായിരുന്നേ. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ മാഡത്തിനെ അമ്മയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, എൻ്റെ അമ്മയായിട്ടാണ് കണ്ടത്, അതുപോലെ തന്നെയാണ് ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അലീന പറയുന്നുണ്ടായിരുന്നേ. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നീട് പ്രൊമോയാണ് കാണിക്കുന്നത്. പ്രൊമോയിലും വൈജയനോട് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്, ഞാനിങ്ങനെ എൻ്റെ അമ്മയായിട്ടേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അലീന അവിടുന്ന് പോവാണല്ലോ, അതിൻ്റെ ഒരു സങ്കടമൊക്കെ അലീനയുടെ മുഖത്ത് നന്നായിട്ടുണ്ടായിരുന്നേ. പിന്നീട് ഗംഗാധരനോടും ശിവനോടൊക്കെ യാത്ര പറയുന്ന സമയത്ത് എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുളത്തൂപ്പുഴയ്ക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, കുളത്തൂപ്പുഴയായിട്ട് ബാലേന്ദ്രൻ എന്താ കണക്ഷൻ, അതൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരു സംശയത്തോടു കൂടി അലീനയോട്. അത് കഴിഞ്ഞ് മനുവാണ് തിരിച്ച് അലീനനെ കടപ്പാട്ടൂർ കൊണ്ടുവിടുന്നതെന്ന് തോന്നുന്നുണ്ട്. രണ്ടുപേരും വണ്ടിയിലിരിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അലീന മുത്തശ്ശീനെ കണ്ടും യാത്ര പറയുന്നുണ്ട്. കടപ്പാട്ടൂർ വന്ന ശേഷമാണ് അലീന നല്ല ആഹാരം കഴിച്ചത്, നല്ല വസ്ത്രം ധരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശീനോട് പറയുമ്പോൾ മുത്തശ്ശിക്കും ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയുടെ പേരക്കുട്ടിയാണ് അലീന എന്നുള്ള മുത്തശ്ശിക്ക് അറിയാലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചത്.